തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം തുടർന്ന CPO റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരം 55 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഒരിക്കൽ പോലും സർക്കാർ ചർച്ചയ്ക്ക് മുൻകൈ എടുക്കാത്തതാണ് ഈ ഒരു തീരുമാനത്തിന് പോലും പിന്നിൽ. രാഷ്ട്രീയം പരിഗണിക്കാതെ സഹായഹസ്തവുമായി എത്തിയവരെ തിരിച്ച് സഹായിക്കാനാണ് തീരുമാനം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നും ചന്തു ചന്ദ്രശേഖർ ചേരുന്നുണ്ട്. ചന്തു, 1-2 ദിവസമല്ല, 55 ദിവസം പിന്നിട്ടിരിക്കുന്നു. പരീക്ഷ എഴുതി കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്നവരാണ് ഇവരൊക്കെ തന്നെ. സർക്കാരിനോട് അവർ കേണ് അപേക്ഷിക്കുകയാണ്. എന്നിട്ട് ഇത്രയും ദിവസമായിട്ട് പോലും ഒരാൾ പോലും അവരെ കാണാൻ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും എത്തിയിട്ടുമില്ല. രജനി, നമുക്കറിയാം സംസ്ഥാനത്ത് ഇപ്പോൾ ചുട്ടുപൊള്ളുന്ന വേനലാണ്. 40-41 ഡിഗ്രിയാണ് സംസ്ഥാനത്ത് ചൂട്. ഇവിടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സഹിക്കാനാകാത്ത ചൂടിലാണ് ഇവർ ഈ സമരം ഇപ്പോൾ തുടരുന്നത്. ഇപ്പോൾ 50 ദിവസം സമരം പിന്നിട്ടിരിക്കുന്നു. 8 ദിവസമായി അവരുടെ നിരാഹാര സമരം ആരംഭിച്ചിട്ട്, ഈ വേനലിൽ നിരാഹാര സമരം ഈ ഉദ്യോഗാർത്ഥികൾ ആരംഭിച്ചിട്ട് 8 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. ഇനി 5 ദിവസം മാത്രമാണ് ഈ ലിസ്റ്റിൻ്റെ കാലാവധി. 5 ദിവസം കഴിയുമ്പോൾ ഈ ലിസ്റ്റിൻ്റെ കാലാവധിയും അവസാനിക്കും. വളരെ നാളുകൾക്ക് മുൻപ് അവർ ഇവിടെ വന്ന് സമരമിരിക്കാൻ തുടങ്ങി. അതിനുശേഷം സമരത്തിൻ്റെ രീതി മാറി. പലതവണ സർക്കാരിനോട് ആവശ്യപ്പെട്ടു, അവരുടെ ആവശ്യം അത് പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടു, ചർച്ചകൾക്ക് വേണ്ടി സമീപിച്ചു. പക്ഷേ ഇതുവരെ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. ഇനി 5 ദിവസം മാത്രം ശേഷിക്കുന്നു. നമുക്കിപ്പോൾ ഉദ്യോഗാർത്ഥികളുണ്ട്, അവരോട് ചോദിക്കാം എന്താണ് അവരുടെ പ്രതികരണമെന്ന് തേടാം. ഇനി 5 ദിവസം മാത്രമാണ് ഈ ലിസ്റ്റിൻ്റെ കാലാവധിയുള്ളത്. ഇതിനകം തന്നെ നിരവധി പ്രാവശ്യം നിങ്ങൾ സർക്കാരിനെ സമീപിച്ചു. പല സമരമുറകൾ, പ്രതിഷേധം മാറി ഇപ്പോൾ നിരാഹാര സമരത്തിലേക്ക് എത്തിയിരിക്കുന്നു. എന്താണ്, എങ്ങനെ നോക്കിക്കാണുന്നു ഈ ഒരു ഇതിലിപ്പം നമ്മുടെ ഈ സമരം ഇന്ന് 56-ാം ദിവസമാണ്. കാരണം നമ്മൾ ഈ CPO, അതായത് 530/2019 സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റിൻ്റെ ഈ സമരം പൂർണ്ണമായി പരാജയം സമ്മതിച്ച്. കാരണം നമ്മൾ പരാജയം നമുക്ക് സമ്മതിച്ചു കൊടുക്കണമെങ്കിൽ നമുക്ക് ഒരു നാണവുമില്ല. കാരണം നമ്മളിതൊരു ജീവിത പോരാട്ടമായിരുന്നു. ആ ജീവിത പോരാട്ടത്തിൽ നമുക്കെപ്പോഴും എല്ലാ ഈ കേരളത്തിൽ എടുത്തു നോക്കിയാൽ അറിയാം, എന്നും സാധാരണപ്പെട്ട ഒരു അധികാരവർഗ്ഗങ്ങളുടെ മുന്നിൽ തോറ്റുപോയിട്ടേ ഉള്ളൂ. കാരണം അവർക്ക് ഈ നിസ്സഹായരായ നമ്മളെ കുടുംബങ്ങളെ രക്ഷിക്കായിരുന്നു. അതുപോലും തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത, കാരണം ആ ഗവൺമെൻറ് എങ്ങനെയാണ് അധികാരത്തിൽ എത്തിയെന്ന് അവർ ഒരു തവണയിലും ചിന്തിക്കണം. അവരും വന്ന വഴികൾ മറക്കരുതായിരുന്നു. കാരണം നമ്മൾ പരാജയപ്പെട്ട് നമ്മൾ സമ്മതിക്കണം. കാരണം നമ്മൾ ജനിച്ചു പോയില്ലേ, നമുക്ക് ഈ ഭൂമിയിൽ ജീവിച്ചേ പറ്റൂ. കാരണം നമ്മളെ അവസ്ഥ അങ്ങനെ ആയിപ്പോയി. ചിലർ ചിലപ്പോൾ മരിച്ചു പോവുമായിരിക്കും, ചിലർ ഈ നാട് വിട്ടു പോവുമായിരിക്കും. അതൊന്നും ഇവിടുത്തെ ഗവൺമെൻറ്റിനെ ബാധിക്കുന്ന പ്രശ്നമില്ല. അപ്പം നമ്മളൊരു വിലയിരുത്തൽ ഈ സമരത്തിലും ഈ 10,000 കുടുംബങ്ങളൊരു വിലയിരുത്തലെന്ന് വെച്ചാൽ ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന എങ്ങനെ അധികാരം കൈയാളുക, എന്ത് കള്ളം പറഞ്ഞാലും എന്തായാലും നിസ്സഹായരായ കുറച്ച് ജീവനുകൾക്ക് ഒരു വിലയില്ല. അപ്പം നമ്മളിവിടെ കിടന്ന് ചോര ഒഴുക്കിയിട്ടോ നീരൊഴുക്കിയിട്ടോ ചത്തിട്ടോ മരണപ്പെട്ടു പോയിട്ടോ എല്ലാം നഷ്ടമെന്ന് പറയുന്നത് നമുക്ക് കുടുംബങ്ങളുമാണ്. ഇവിടെ ഇപ്പം എന്തായാലും ഇവിടുത്തെ ജനാധിപത്യ സംവിധാനങ്ങൾ ഇലക്ഷൻ വഴിയായാലും ഏതായാലും അധികാരത്തിൽ വരും. ഇവിടെ സാധാരണപ്പെട്ട കുടുംബങ്ങളുടെ അവസ്ഥ എപ്പോഴും ഇത് കണക്ക് തന്നെയാണ്. ഇനി ആരൊക്കെ ഇവിടെ വന്ന് സമരം ചെയ്താലും, ആരൊക്കെ എന്തൊക്കെ നീതിക്ക് വേണ്ടി പോരാടിയാലും ചത്ത് തൊലയും. അത് തന്നെയാണ് നമ്മുടെ ഈ സമരം ഈ സമൂഹത്തിന് വിളിച്ച് പറയുന്നത്. കാരണം നമ്മളെ ജീവിതത്തിൽ ഇത്രയും കഷ്ടപ്പെട്ട്, നമ്മളെ വീട്ടുകാരൊക്കെ അത്രയും കഷ്ടപ്പെട്ടാണ് നമ്മളെ പഠിപ്പിച്ച് ഈ നില വരെ എത്തിച്ചത്. അതിനൊക്കെ വെറുമില്ല. നമ്മൾ കാണാം, പുല്ല് വിലയുണ്ടെന്നില്ല, പുല്ലല്ല, നമ്മൾ മണ്ണ് തിന്ന് നമ്മളെ ശരീരത്തെ ചോരയെടുത്ത് ഇവിടെ ഒരിക്കലും ചെങ്കൊടി തീർത്ത്. എന്നിട്ടൊന്നൊരു ആരും തിരിഞ്ഞു നോക്കാത്തതെന്ന് വെച്ചാൽ ഈ സമൂഹം, ഈ കേരളത്തിലെ ഇത്രയും വിദ്യാസമ്പന്നമായ ഈ സമൂഹം നമ്മളെ സമരത്തിനെ ഒന്ന് പഠിക്കണം. കാരണം ഒരു മനുഷ്യ ജീവിക്ക് ഇത്ര വിലയേ ഉള്ളൂ എന്ന് പറയാം. കാരണം ഇത്രയും ഭരണഘടനയും എല്ലാ കാര്യങ്ങളും മന്ത്രിസഭകളും ഇത്രയും ശക്തമായ ഒരു സംസ്ഥാനത്ത് ഒരു മനുഷ്യ ജീവനുകൾ പോരാട്ടത്തിന് ഒരു പട്ടിയുടെ വില പോലും ഇല്ല എന്നുള്ളത് നമ്മൾ തോൽവി സമ്മതിച്ച്. നമുക്ക് ഇനി ഒരു ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ച ഒരു ജോലി ഇനി ഗവൺമെൻറ് തരുമോ നമുക്കൊരു പ്രതീക്ഷയില്ല. നമ്മൾ ആരെയും ദ്രോഹിക്കാനോ ഒന്നിനും പോകാനല്ല ഇവിടെ ഒന്ന് സമരം ചെയ്താൽ. നമ്മളെ ജീവിതത്തിൽ നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ച് നേടിയെടുത്ത് നമ്മളൊരു ജോലിക്ക് വേണ്ടിയാണ് ഈ ഗവൺമെൻറ്റിനോട് യാചിച്ചത്. അല്ലാതെ നമ്മൾ ലക്ഷക്കണക്കിന് രൂപയോ വേറൊന്നോ അധികാരമോ പിൻവാതിൽ നിയമനമോ ഒന്നുമല്ല. നമ്മളെ ജീവിതത്തിലെ നിസ്സഹായ അവസ്ഥയാണ് ഇവിടെ നിന്ന് പറയുന്നത്. കാരണം ഇപ്പം എല്ലാവരും ഇവിടെ നിന്ന് രാവിലെ ഇവിടെ തെണ്ടിപ്പറക്കിയ കുറച്ച് രൂപ കൊണ്ട് ആഹാരം മേടിച്ച് കഴിക്കാനാണ് പോയത്. അപ്പോൾ ആരും ഇല്ലാതിരിക്കാനാണ് നമ്മൾ കുറച്ച് ഈ പന്തൽ നിൽക്കുന്നത്. അത്രയും നമ്മളെ ജീവിതത്തിൽ തെണ്ടേണ്ടി വരെ ഒരവസ്ഥയുണ്ടായി. അതൊന്നും ഞാൻ ആരോടെയും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അധികാരത്തിരിക്കുന്നവർക്ക് അതൊന്നുമില്ലല്ലോ. എല്ലാം ഫ്രീ ആയി കിട്ടുന്നവർക്ക്, നമ്മുടെ ഈ പാവപ്പെട്ടവർക്ക് ഒഴുക്കുന്ന വിയർപ്പോ അല്ലെങ്കിൽ സാധാരണക്കാരുടെ ജീവിതമൊന്നും ഒരു വിലയില്ല. ഇപ്പോൾ ഏത് ഗവൺമെൻറ് വന്നാലും എനിക്ക് തോന്നുന്നു ഇവിടെ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ അവസ്ഥ ഇത് തന്നെയാണ് എന്ന് തോന്നുന്നു. കാരണം എല്ലാവർക്കും എല്ലാ ജോലി ചെയ്യാൻ അതിൻ്റെ മഹത്വമുണ്ട്. പക്ഷേ നമ്മൾ ഓരോരുത്തരും കഷ്ടപ്പെട്ട് നമ്മുടെ ഒരു ആഹാര ജോലി നേടാനാണ്. അത് ഇനിയിപ്പോൾ എല്ലാ വർഷവും ഈ കേരളത്തിൽ നമ്മൾ ഈ 10,000 ഉദ്യോഗാർത്ഥികൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഇത് നമ്മൾ മറക്കില്ല. കാരണം നമ്മളെ പോരാട്ടം നമ്മൾക്കൊരു ജോലിക്ക് വേണ്ടിയായിരുന്നു.
അത് നമ്മൾ തോൽവി സമ്മതിച്ചു. കാരണം നമുക്ക് ഇനി 5 ദിവസമാണല്ലോ. ഈ ഗവൺമെൻറ് ഒന്നും ഇത്രയും ചെയ്തിട്ട് ചെയ്യുന്നില്ല, നമുക്കൊരു അനുകൂലമായ ഒരു തീരുമാനം എടുത്തില്ല. ഇനിയിപ്പോൾ നമ്മൾ ഈ തുച്ഛമായ ദിവസങ്ങളിൽ ഗവൺമെൻറ് ഒരു തീരുമാനം എടുക്കില്ല, നമ്മളെല്ലാം പെരുവഴി തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇനിയൊരു തീരുമാനം എടുക്കില്ല എന്ന് തോന്നുന്നു. ഇനി 5 ദിവസമാണ് ബാക്കിയെന്ന് പറഞ്ഞു. ഇനി തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഇനി സർക്കാർ കടക്കും എന്ന് തോന്നുന്നുണ്ടോ? കാരണം ഈ പെരുമാറ്റച്ചട്ടമൊക്കെ ഇതിൽ ഏതെങ്കിലും തരത്തിൽ ബാധിക്കും? അതിനെക്കുറിച്ച് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു? അല്ല, പെരുമാറ്റച്ചട്ടം ഏത് രീതിയിലായാലും നമുക്ക് ഇനിയിപ്പില്ല. അവരിപ്പോൾ നമ്മളിവിടെ നിന്ന് ഏതെങ്കിലും ഉത്തരവ് പ്രകാരം, കളക്ടർ ഉത്തരവ് പ്രകാരമോ ഏത് വഴിയോ നമ്മളിവിടെ നീക്കം ചെയ്താലും നമ്മൾ പോയി കൊടുത്തേ പറ്റൂ. കാരണം എല്ലാവർക്കും അറിയാമല്ലോ, കേരളത്തിൽ മൊത്തം നമ്മുടെ സമരം അറിയാം. നമ്മളെ മാക്സിമം ഇവിടെ പിടിച്ചു തന്നു. ഇനിയിപ്പോൾ കുറച്ച് ദിവസം എന്തായാലും നമ്മളിവിടെ പിടിച്ചു. ഇപ്പോൾ ഇലക്ഷൻ്റെ രീതിയായാലും ഏതായാലും അത് ഗവൺമെൻറ് തീരുമാനമാണ്. അതിനെ നമുക്ക് വെല്ലുവിളിക്കാനോ നമ്മളാരുമല്ല. കാരണം നമുക്കിവിടെ ഗവൺമെൻറ് സംവിധാനത്തെ ഒന്നിനും നമ്മൾ വെല്ലുവിളിക്കുന്നു. നമ്മൾ ആവശ്യപ്പെട്ട് നമ്മളെ ജോലിയാണ്. ഗവൺമെൻറ്റിന് വേണമെങ്കിൽ ചെയ്യാം. എല്ലാ വർഷങ്ങളിലും ചില സമരങ്ങളിൽ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി നീട്ടിക്കൊടുത്തിട്ടുണ്ട്. നമുക്ക് നീട്ടിത്തന്നാൽ കുറച്ച് ജീവനുകളും കുറച്ച് കുടുംബങ്ങളും രക്ഷപ്പെടും. ഈ പ്രധാനമായി വളരെ വിഷമകരമായ ഒരു കാര്യം, നിങ്ങൾ ഈ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ കുടുംബവുമായിട്ട് ഇവിടെ എത്തി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തിയ സാഹചര്യമുണ്ട്. അന്ന് പലരും ഞങ്ങളോടൊപ്പം പങ്കുവച്ചത് പലർക്കും ഇനിയൊരു PSC പരീക്ഷ എഴുതാൻ കഴിയാത്ത വിധം അവരുടെ പ്രായം കടന്നുപോയിരിക്കുന്നു. അപ്പോൾ അവസാന പ്രതീക്ഷയായിരുന്നു അവരുടെ ഈ ഒരു ലിസ്റ്റ്, ഇതിൽ വഴി ഒരു ജോലി, ഒരു സർക്കാർ ജോലി എന്ന അവസാന പ്രതീക്ഷയായിരുന്നു. അപ്പോൾ അവരുടെ ഒരു പ്രതീക്ഷയ്ക്ക് ഏറ്റ ഒരു തിരിച്ചടി, അല്ലെങ്കിൽ പ്രതീക്ഷ അവസാനിക്കുന്ന തരത്തിലേക്ക് ഇപ്പോൾ സർക്കാർ നടപടി മാറിയില്ല. കാരണം 5 ദിവസം ശേഷിക്കുന്നു. ഇനി 5 ദിവസത്തിൽ താങ്കൾ ഇപ്പോൾ തന്നെ താങ്കളുടെ വാക്കുകളിലുണ്ട് പ്രതീക്ഷ അങ്ങേയറ്റം നശിച്ച അവസ്ഥയിൽ നിൽക്കുന്ന ആ ഒരു വിഷമം വാക്കുകളിൽ വരുന്നുണ്ട്. നമുക്ക് ഇനി പ്രതീക്ഷയില്ല ഈ കാരണം ഈ ഒരു സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റിൽ ഒരു 75% പേരും 75% പേര് ഏജ് ഓവറാണ്. കാരണം 5 വർഷം കഴിഞ്ഞു. അപ്പം നമ്മളൊരു നല്ല പ്രായത്തിൽ പരീക്ഷ എഴുതി അവരിപ്പോൾ എല്ലാവരും 30-32 വയസ്സ് കഴിഞ്ഞു. എല്ലാവരും പല ഏജ് ഓവറാണ്. അവരുടെ അതാണ് ഈ സമരത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ അത്രയും തീവ്രമാക്കാനുള്ള ശക്തി അതാണ്. കാരണം അവർക്ക് ഇനിയൊരു എത്ര കഷ്ടപ്പെട്ട് പഠിച്ചാലും ഇനിയൊരു പരീക്ഷ എഴുതത്തില്ല. അവർ ജീവിതത്തിൽ ഇനിയൊരു പ്രതീക്ഷയില്ല. ആ പ്രതീക്ഷ എന്തെങ്കിലും ഒരു സംവിധാനം ഗവൺമെൻറ് ഒരുക്കാൻ വേണ്ടിയാണ്. കാരണം അവർക്ക് ഇനിയൊരു ഈ ഗവൺമെൻറ്റിന് ഇരയായവർക്ക് ഈ ഗവൺമെൻറ് സംവിധാനത്തിലൂടെ മാത്രമേ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് കിട്ടുള്ളൂ. അത് ഗവൺമെൻറ് തീരുമാനിച്ചാൽ മാത്രമേ ആ ഒരു കാരണം ഒരു പാവം ചെയ്തില്ല. നമ്മൾ ഏജ് ഓവർ ആയിപ്പോയി. കാരണം നമുക്ക് ഇനി ഒരു എക്സാം എഴുതിയെടുക്കത്തില്ല. കാരണം അറിയാലോ, എന്നാൽ കൊറോണ വന്ന്, പ്രളയം വന്ന്, അതിനെല്ലാം അതിജീവിച്ച് നമ്മൾ അതിൻ്റെ കൂട്ടത്തിലാണ് എല്ലാവരും പഠിച്ച് പ്രവാസികളായിട്ടുള്ളവർ കൊറോണ കാലത്ത് ഇവിടെ വന്നിട്ട് പിന്നെ തിരിച്ചു പോകാൻ പറ്റാതിരുന്നപ്പോൾ ഇരുന്ന് പഠിച്ച് എല്ലാവരും പല പ്രതീക്ഷയോടെയാണ് ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾക്കൊട്ടത്. എല്ലാവരും ആ ഒരു സമയത്ത് എല്ലാ പകുതി പേരും കല്യാണം കഴിച്ച് കുട്ടികളായി, എല്ലാവരും പല വഴിക്കാണ്. അപ്പം എല്ലാവരുടെയും അവസാനത്തൊരു എന്ന് വെച്ചാൽ ഒരു കടലിൻ്റെ മധ്യത്തിൽ കിടക്കണ ഒരു പിടിവള്ളിയായിരുന്നു. അതിപ്പം അസ്തമിച്ച് നിൽക്കുകയാണ്. കാരണം ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ തന്നെയാണ്, നമ്മൾ തോൽവി സമ്മതിച്ചു. നമുക്കിപ്പം ഒന്നിനും നമുക്ക് ജയിച്ച് കാണിക്കാനോ ഇവിടെ ഒന്നിനും നമ്മളില്ല. നമ്മൾ ഈ ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ തോറ്റ് നിൽക്കുകയാണ്. കാരണം അവർ വിചാരിച്ചാൽ മാത്രമേ ഇനി നമുക്കൊരു ഇതുള്ളൂ. കാരണം 5 ദിവസം ഗവൺമെൻറ് എന്ത് തീരുമാനം എടുക്കുമെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഈ സമരം ഇനി എങ്ങനെയാണ്? 5 ദിവസമേ ഉള്ളൂ. അപ്പോൾ സമരത്തിൽ നിന്നും പിന്നോട്ട് പോവുകയാണോ? എങ്ങനെയാണ് സമരത്തിൻ്റെ ഒരു സമരം? ഇനിയിപ്പോൾ അവസാനത്തൊരിതായി നാളെ ഇവിടെ ഉള്ള നമ്മളെ ഉദ്യോഗാർത്ഥികളും അവരുടെ കുടുംബങ്ങളും നാളെ ഇവിടെ വരുന്നുണ്ട് അവസാനമായി അവസാനമായി ഒന്ന് യാചിക്കാനായിട്ട്. ഗവൺമെൻറ് എന്തെങ്കിലും ഒരു തീരുമാനം എടുത്ത് നമ്മളെ ഇത്രയും കുടുംബങ്ങളെ എന്തെങ്കിലും ഈ സമൂഹത്തിൽ താഴെത്തട്ടി കിടക്കുന്ന അത്രയും താഴെത്തട്ടിൽ ഒന്ന് എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് പഠിച്ച് വന്ന കുറച്ച് പേരുണ്ട്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ഈ ഉയർന്ന സംവിധാനങ്ങളിലേക്ക് ഉയർന്നു വരുന്നതെന്ന് വെച്ചാൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗമാവുക എന്നത് ഒരു വലിയ കാര്യമാണ്. ഈ ജോലി കിട്ടിയാൽ അവരും താഴെത്തട്ടിൽ നിന്ന് ഉയർന്നു വരികയുള്ളൂ. അല്ലാതെ വേറെ ഒരു മാർഗ്ഗമില്ല. കാരണം അത്രയും കഷ്ടപ്പെട്ടാണ് ഇതിൽ വന്നത്. അപ്പോൾ ഈ സമരത്തിലൂടെ അല്ല, നമ്മളിനിയിപ്പോൾ കുറച്ച് പേര് നാളെ സംഘടിച്ച് ഗവൺമെൻറ്റിനോട് കുടുംബങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ അവരെല്ലാം കൂടെ ഗവൺമെൻറ്റിനോട് യാചിക്കുക. എന്തെങ്കിലും ചെറിയൊരു പ്രതീക്ഷയുണ്ട്. കാരണം പല കാലഘട്ടങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട് റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി നീട്ടിക്കൊടുക്കുന്നതും അവസാനം ചിലപ്പോൾ കുറച്ച് വേക്കൻസികൾ സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റിൽ വേക്കൻസികൾ കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ആ പ്രതീക്ഷ ഇപ്പോഴും കൈവിട്ടിട്ടില്ല. അതുകൊണ്ട് എല്ലാ പരാജയവും നമ്മളിവിടെ ഗവൺമെൻറ്റിനോട് ഏറ്റു പറഞ്ഞ് നമ്മളിവിടെ നിൽക്കുകയാണ്. ഇനി എന്തെങ്കിലും കുറച്ച് വേക്കൻസി തന്ന് നമ്മളെ രക്ഷപ്പെടുത്തണമെന്നേ ഗവൺമെൻറ് പറയാനുള്ളൂ. തീർച്ചയായിട്ടും രജനി, അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ അവർ ഇനി 5 ദിവസം മാത്രം ശേഷിക്കുന്ന സാഹചര്യത്തിൽ സർക്കാരിനോട് അവസാന അപേക്ഷ എന്ന നിലയിലാണ് ഈ കാര്യം അവതരിപ്പിക്കുന്നത്. ഇനി ഈ 5 ദിവസത്തിനകത്തെങ്കിലും സർക്കാർ ഒരു തീരുമാനമെടുത്തില്ലെങ്കിൽ അവരുടെ സർക്കാർ ജോലി എന്ന പ്രതീക്ഷ അതിന് വരുന്ന തിരിച്ചടിയാവും. നമ്മൾ കഴിഞ്ഞ ദിവസം വലിയ രീതിയിൽ സംസ്ഥാന സർക്കാരിന് തിരിച്ചടിയായ 2 കോടതി വിധികൾ ഉണ്ടായിരുന്നു. ഈ ജോലിയുമായി ബന്ധപ്പെട്ടും കോഴിക്കോട് നേഴ്സിൻ്റെ നിയമനവുമായി, സീനിയർ നേഴ്സിൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ടു. അപ്പോൾ സർക്കാർ ഇത്തരത്തിൽ സർക്കാരിൻ്റെ വാശി ഒരു തരത്തിൽ കാണിക്കുന്നു. ആ വാശിയുടെ ഫലമായി പലരും ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. ഈ തിരഞ്ഞെടുപ്പ് വേളയിലും സർക്കാരിൻ്റെ ദുർവാശി തുടരുന്ന ആ സാഹചര്യം അതുണ്ട്. ഇനി 5 ദിവസത്തിൽ അവരുടെ പ്രതീക്ഷ
അത് ഒരു നിരാശയുടെ പ്രതീക്ഷയാണ് ഇപ്പോൾ അദ്ദേഹം പങ്കുവച്ചത്. എന്തായാലും സർക്കാരിന്റെ തീരുമാനം ഉണ്ടാകേണ്ടിയിരിക്കുന്നു, സർക്കാർ കനിയേണ്ടിയിരിക്കുന്നു. 8 ദിവസമായി നിരാഹാരം ആരംഭിച്ചിട്ട് അവസാന അപേക്ഷ എന്ന നിലയിലാണ് അടുത്ത ദിവസം അവർ സർക്കാരിനോട് ഇക്കാര്യം കുടുംബമായി എത്തി തന്നെ ഇക്കാര്യം മുന്നോട്ട് വെക്കാൻ ഒരുങ്ങുന്നത്. തീർച്ചയായിട്ടും എന്തായാലും ഈ പാവങ്ങളുടെ കണ്ണീര് പിണറായി സർക്കാർ കാണുക തന്നെ വേണം. ഒരു സൈഡിൽ കൂടെ പിൻവാതിൽ നിയമനങ്ങൾ പൊടിപിടിക്കുമ്പോൾ കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരെ പരിഗണിക്കാതെ പോകുന്നത് വളരെ കഷ്ടമാണ്. ഈ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനം എന്നൊക്കെയുള്ള പേരുകൾ വെറുതെ പറയാമെന്നല്ലാതെ ഈ റാങ്ക് ലിസ്റ്റ് നീട്ടി അവരുടെ കണ്ണീര് കാണുക, അവരുടെ കുടുംബങ്ങളുടെ കണ്ണീരൊപ്പുക തന്നെ വേണം പിണറായി സർക്കാർ. ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ലിസ്റ്റ് നിന്നും ഇല്ലാതാകാൻ. എന്തായാലും ആ ഒരു തീരുമാനം കാത്ത് അവർ വീണ്ടും അവിടെ സെക്രട്ടേറിയറ്റ് പടിക്കൽ നിരാഹാരം ഇരിക്കുകയാണ്, സത്യാഗ്രഹ സമരം ഇരിക്കുകയാണ്. ഒപ്പം കുടുംബമടക്കം നാളെ വീണ്ടും സർക്കാരിനെ കാണുവാൻ പോവുകയാണ്. തങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒരു ജോലി ലഭിക്കണം, കാരണം ഒരു കുടുംബത്തിൻ്റെ നെടും തൂണാണ് ഓരോരുത്തരും. ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് അവരുള്ളത്. അതുകൊണ്ട് പിണറായി സർക്കാർ ആ ഒരു പ്രതീക്ഷ അവർക്ക് നൽകുക തന്നെ വേണം എന്നാണ് വീണ്ടും പറയാനുള്ളത്. ചന്ദ്രശേഖറാണ് വിവരങ്ങൾ പങ്കുവച്ചത്.